നീണ്ട 35 വർഷത്തെ സർക്കാർ ജോലിയിൽ നിന്നും വിരമിച്ച് തൻ്റെ സമ്പാദ്യം മുഴുവൻ ചിലവഴിച്ച് നിർമ്മിച്ചതാണ് ഉത്തമന്റെ സ്വപ്നഭവനം. ഉത്തമന്റെ മക്കൾ എല്ലാവരും വിദേശത്തേക്ക് ചേക്കേറിയപ്പോൾ ഒറ്റക്കായ ഉത്തമൻ തൻ്റെ പഴയ വീട്ടിലേക്ക് താമസം മാറി. പുതിയ വീട് വാടകയ്ക്ക് നൽകാൻ തുടങ്ങിയ ഉത്തമൻ അഡ്വാൻസ് കിട്ടിയതല്ലാതെ വീടിൻ്റെ വാടക കയ്യിൽ വാങ്ങുവാൻ ഇതുവരെ ഭാഗ്യം കിട്ടിയിട്ടില്ല. കാരണം ചില ബന്ധുക്കളും ചില നാട്ടുകാരും. അങ്ങനെ 15 വർഷമായിട്ട് 50 പേരെങ്കിലും ഇവിടെ താമസിച്ച് മടങ്ങിപ്പോയിട്ടുണ്ട്. ഇന്ന് 51ാമത്തെ ഫാമിലി ഇവിടെ താമസിക്കാൻ എത്തുകയാണ്. സുധി വായും പൊളിച്ച് നിൽക്കാണ്ട് അതൊക്കെ ഒന്ന് ഇറക്കി വേടാ. രജീഷേ വേഗം എടുത്തോട്. അത് ആ സൈഡിലേക്ക് വെക്കേ. നിങ്ങൾ ഇറക്കിയിട്ട് അങ്ങ് പൊക്കോ, ഞാൻ വന്നേക്കാം. കൊള്ളാവുന്ന വാർത്തയാണല്ലോ. മുറ്റത്ത് കാറൊക്കെ കണ്ടില്ലേ? എന്റെ വീടായതുകൊണ്ട് പറയല്ല, ഇവിടെ താമസിച്ച 50 കുടുംബങ്ങളും ഐശ്വര്യത്തോടു കൂടിയാ തിരിച്ചു പോയേക്കണം. സാർ 51ാമത്തെ ആളാ. ഈ സകല ഐശ്വര്യത്തിനും കാരണം എന്താ? ദേ ആ ഇരിക്കുന്ന ഫോട്ടോയാ. സാറ് തന്നെ ഇവരിനി എത്ര നാൾ ഉണ്ടാവുമോ? അത് നമ്മൾ തീരുമാനിക്കും. ആ വീട് സ്ഥലവും സജീവന്റെ കയ്യിലിരിക്കും. കൂടി വന്ന ഒരാഴ്ച. എന്നാ പിന്നെ നീ നിന്റെ പണി തുടങ്ങി. സാറേ, ഞാൻ നേരത്തെ പറഞ്ഞ ഐശ്വര്യത്തിന്റെ കാരണം ഇതായിരിക്കുന്നു. എന്റെ മുത്തച്ഛനാ. അത് നന്നായി. പാവം മരിച്ചു പോയി, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതും നന്നായി. അല്ല, അപ്പൊ എന്റെയും വാടകയുടെ കേസ് അത് കൃത്യമായിട്ട് എനിക്ക് കിട്ടും. എടോ, കാര്യം ഞാൻ എക്സ്പീരിയൻസ് ആയ ഒരു ജഡ്ജിയാണെങ്കിലും കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ വളരെ കണ്ടീഷനാണ്. അത് മതി, അത് മതി. ഒരു വാക്ക് പറഞ്ഞ വാക്കാ. മതി മതി. അയ്യോ, രാഹുകാലത്തിന് മുമ്പ് പാലും കാച്ചി ചായ തിളപ്പിച്ച് മിടുക്കി. കൃത്യനിഷ്ഠത അത് എൻ്റെ മോളെ ഞാൻ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല ചായ. എന്നാ പിന്നെ സാറ് ഉത്തമൻ അങ്ങോട്ട്. പിന്നെ ഒരു കാര്യം, സാറിനോടും മോളോടും കൂടി നമ്മുടെ ആ മുമ്പിൽ കാണുന്ന വീടുണ്ടല്ലോ, അങ്ങോട്ട് അധികം നോക്കണ്ട. എടോ, മുറ്റത്തിറങ്ങി നിന്നിട്ട് അങ്ങോട്ടല്ലാതെ പിന്നെ എങ്ങോട്ടോടോ നോക്കണത്? എൻ്റെ സാറേ, അതല്ല പറഞ്ഞത്. അവര് കൂടോത്രവും മന്ത്രവാദവും കുശുമ്പും കുന്നായ്മയൊക്കെയുള്ള ടീമാണ്. നമ്മളെപ്പോലെ മാന്യന്മാർക്ക് ഇടപെടാൻ കൊള്ളൂല്ലെന്ന് ചുരുക്കം. അപ്പൊ പിന്നെ സാറിന്റെ കൃത്യനിഷ്ഠത, അതായത് എന്റെ വാടക. ശരി. സാറിങ്ങനെ ആട്ടുകട്ടിൽ ആടിക്കൊണ്ടിരുന്നിട്ട് വാടക വയ്ക്കുമ്പോ എന്നെ ആട്ടി വിട്ടരുത്. ഇല്ലടോ. എന്നാ പിന്നെ ഉത്തമൻ അങ്ങോട്ട് കൃത്യമായി തരും. മതി, അത് മതി, അത് മതി. വരട്ടെ മോളെ. പുതിയ താമസക്കാരല്ലേ? അതെ. എന്ത് ചെയ്യാം? ഡാൻസ് ടീച്ചറാ കലാമണ്ഡലത്തിൽ. ഞാനും ചെറുതിൽ ഡാൻസ് ഒക്കെ പഠിച്ചതാ. പക്ഷെ കല്യാണം കഴിഞ്ഞവരോട് ആട്ടമില്ല പാട്ടുമില്ല. ഇപ്പൊ ഭർത്താവിന്റെ താളത്തിനനുസരിച്ച് തുള്ളുന്നു. കർമ്മഫലം, അല്ല എന്ത് പറയാനോ. ഇതേതാ അമ്മാവൻ? അയ്യോ, അത് അമ്മാവനല്ല, എന്റെ അച്ഛന്. റിട്ടയർഡ് ജഡ്ജിയാ. അപ്പൊ കൊറേ പേര് തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുണ്ടാവുമല്ലോ. ഏയ്, അച്ഛൻ കുടുംബ കോടതിയിലെ ജഡ്ജിയായിരുന്നു. അപ്പം എല്ലാം അറിഞ്ഞും കൊണ്ടാണ് ഇത് എടുത്തത്. എന്ത്? ഈ വീടേ എന്താ കുഴപ്പം? എല്ലാം ഈ വീട്ടില് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞു. ഒച്ചപ്പാടും ബഹളെല്ലാം രാത്രി. അത് വല്ല എലി ശല്യമായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഇതിലൊന്നും അത്ര വലിയ വിശ്വാസവും ഇല്ല. കയ്യിന്ന് പോയി. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. ചെല്ലു ചെല്ലു ചെല്ലു. തമ്പുരാട്ടി ഇവളെ ഒരാഴ്ചക്കുള്ളിൽ ഇവിടുന്ന് കെട്ടിച്ചില്ലെങ്കിൽ ഇവിടെ വിചാരം എന്നാ? എന്തായടാ നിങ്ങൾ പറഞ്ഞു ഒന്നും ഏറ്റില്ല മനുഷ്യ. എന്നാ മോള് പോയി റെസ്റ്റ് എടുക്ക, ഞാൻ പോയി നോക്കാം. ഇതിലേക്കായി കൊമ്പന്മാർ ഓടിച്ചിട്ടുള്ള എന്റെ സജീവൻ. സാറേ, എൻ്റെ പൊന്ന് സാറേ, ഒരു 3-4 ലോക മഹായുദ്ധം ഉണ്ടാവുമെന്ന് വിചാരിച്ചതാ. ആ ട്രംപ് ഇടപെട്ട് അതും നശിപ്പിച്ചു. ഇങ്ങനെയാണെങ്കിൽ ഒരു യുദ്ധത്തിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. എന്താ തനിക്ക് പണി? ഞാനിവിടുത്തെ KSEBിലെ ഓവർസീറാ. തൻ്റെ ആ ഓവറായിട്ടുള്ള വരവ് കണ്ടപ്പോഴേ മനസ്സിലായി താൻ ഓവറാണെന്ന്. ആ ഓവറാക്കാതെ വന്ന കാര്യം താൻ പറഞ്ഞേ. തന്നെ പോലെ തൻ്റെ അയൽക്കാരെ സ്നേഹിക്കണമെന്നാണല്ലോ. എന്നും എല്ലായ്പ്പോഴും നമ്മുടെ ഇതുണ്ടാവും. സ്നേഹത്തിൻ്റെ കാര്യം ഉത്തമൻ പറഞ്ഞായിരുന്നു. ഉത്തമൻ എന്താ പറഞ്ഞേ? നല്ല അയൽവാസികളാണ്, ഇടപെടാൻ പറ്റിയ പാർട്ടിക്കാരാണെന്ന്.
ഉത്തമൻ അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. ഏ ഏ, എന്താ പറഞ്ഞേ? അല്ല സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ട് ഞങ്ങളെ വിളിച്ചാൽ മതി. അയ്യോ എന്ത് പറ്റി? അല്ല അയ്യോന്ന് വിളിച്ചാലേ അയ്യോ പത്തോന്ന് വിളിച്ചാൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാ. എന്നാ ഞാനങ്ങോട്ട്. ആ അതാ നല്ലത്. ഇതിനേക്കായും വലിയ കൊമ്പന്മാർ ഞാൻ കെട്ടിയിട്ടിച്ചേക്കുന്നു. പിന്നെയാ റിട്ടയർഡ് ജഡ്ജി. ഇങ്ങേരുടെ ഫീസ് ഞാൻ ഊരും. ഹലോ, ആ ആ ആ സാറേ, ഉത്തമൻ. അതെ, ഒരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ. നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിലേക്ക് സാറിനെ കൂടി ഞാൻ അങ്ങ് ആഡ് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ വരുന്ന ശനിയാഴ്ച അതിൻ്റെ പൊതുയോഗവും പുതിയ ഭാരവാഹികളെയൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ച് അതങ്ങ് നടത്താൻ തീരുമാനിച്ചേക്കുക. ആ ഇവിടെ അല്ലേ? അപ്പോൾ സാറിൻ്റെ സജീവമായൊരു സാന്നിധ്യം ഉണ്ടാവണം. അത് മതി. പിന്നെ വാടക ഗൂഗിൾ പേ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അല്ല, കൃത്യനിഷ്ഠതയ്ക്ക് ഭംഗം വരുന്നില്ലല്ലോ, അതുകൊണ്ട് ഓർപ്പിച്ചതാ. ആയിക്കോട്ടെ. ഓക്കെ. അപ്പോൾ ശനിയാഴ്ചയാണ്. ഓക്കെ, വളരെ സന്തോഷം. പ്രിയമുള്ളവരെ, നമ്മുടെ മഹാത്മാ റെസിഡൻസ് അസോസിയേഷന്റെ ഈ വർഷത്തെ പൊതുയോഗവും തിരഞ്ഞെടുപ്പും ഇന്നിവിടെ നടക്കുകയാണ്. ഈ വേളയിൽ എല്ലാവരോടും ഒരു സന്തോഷ വർത്തമാനം അറിയിക്കാനുണ്ട്. നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിലേക്ക് ശ്രീ വേണുഗോപാൽ സാറ് ഇതാ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പൊതുപരിപാടികൾ തുടങ്ങുന്നതിന് വേണ്ടി ആദ്യമായി നമ്മുടെ പ്രസിഡന്റ് ശ്രീ ഉത്തമൻ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 3 വർഷമായിട്ടും ഈ ഉത്തമൻ തന്നെയാണ് ഈ അസോസിയേഷന്റെ പ്രസിഡന്റ്. ഉത്തമൻ രാജിവെക്കണം. ഉത്തമ സാറിന് എന്താ കുഴപ്പം? പല നല്ല കാര്യങ്ങൾ പ്രസന്റ് ചെയ്തിട്ടില്ലേ? അതിവിടെ അസോസിയേഷനിൽ എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ +2 പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് പഠിച്ച കൊച്ചിന്റെ ഫ്ലക്സ് അടിച്ചു മാറ്റി താൻ തന്റെ പട്ടിക്കൂടി കെട്ടിയിടും. എടാ സജീവ, നീ നമ്മുടെ ബൈലോയുടെ 26ാമത്തെ പേജ് നീ വായിച്ചിട്ടുണ്ടോ? എടാ, സഹജീവികളെ സംരക്ഷിക്കണമെന്ന് വെണ്ടയ്ക്ക മുഴുപ്പിൽ അതിലെഴുതി വെച്ചേക്കണേ. പട്ടി ഒരു ജീവിയല്ലടാ. ഈ ഫ്ലെക്സ് കിടന്ന് വെറുതെ മഴയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടിക്കൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും വല്ല ഉപകാരം ഉണ്ടോ? ഞാനത് അടിച്ചുകൊണ്ട് എന്റെ പട്ടിക്കൂട്ടടിക്കാതിരിക്കാൻ വേണ്ടി കെട്ടിക്കൊടുത്ത അതിനെന്താ കുഴപ്പം? അത് ശരിയാ, മൃഗസ്നേഹം വേണ്ടോ? മൃഗസ്നേഹം അത് നിങ്ങളുടെ രണ്ടുപേരുടെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി മൃഗസ്നേഹം. എടാ, വായനശാലയിലേക്ക് പുസ്തകം മേടിക്കാനുണ്ട്, നീ മേടിച്ചോടാ. ഞാൻ പുസ്തകം കൊണ്ടുവന്നല്ലോ, നിങ്ങൾ കണ്ടില്ലേ? ഇയാള് കൊണ്ടുവന്ന പുസ്തകം കൊച്ചു പിള്ളേർക്ക് വായിക്കാൻ കൊള്ളാവുന്ന പുസ്തകമാണോ? ആ ലൈബ്രറിയിൽ വെക്കാവുന്ന പുസ്തകമാണോ? നോട്ടേ നോക്കിയുള്ളൂ അതിലോട്ട്. നിർത്തിക്ക്. കഴിഞ്ഞ വർഷത്തിൽ എൻ്റെ ബാല വയ്ക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ പറഞ്ഞ് പറ്റിച്ചില്ലടോ. അന്നേരം അല്ലടാ ഇവന്റെ അമ്മാവന്റെ ചെറുക്കൻ റിയാലിറ്റി ഷോയിലുണ്ട്, അവന്റെ ഗാനമേള ഉണ്ടാക്കാൻ മതി നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞത്. എന്നിട്ടോ 60,000 രൂപ കാട്ടിക്കളഞ്ഞു, ഗാനമലയും പൊളിഞ്ഞു. എന്നിട്ട് അവർ കണ്ട വഴിയാ ഓടിയത്. എന്നാ എനിക്കും പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ആവുന്നത് പറഞ്ഞ നമ്മുടെ താല്പര്യം കേട്ടോ. എന്നിട്ട് വേണം നാട്ടുകാർ അങ്ങോട്ടും അങ്ങോട്ടും കൈകൊട്ടി കളിച്ച് അത് അവസാനം കയ്യാങ്കളിയിലാവാൻ. അതിന്റെ പഞ്ചായത്ത് കളിക്ക് ഇവിടെ പിള്ളേരെ കൊണ്ടുപോയിട്ട് അതിന്റെ പാടിപ്പോഴും എന്റെ ബാക്കിൽ നിന്ന് പോയിട്ടില്ല. ഉത്തമൻ രാജിവെക്കണം. എന്തൊക്കെ പറഞ്ഞാലും ഉത്തമൻ രാജിവെക്കണം. ഉത്തംപിള്ള രാജിവെക്കണം. ഉത്തംപിള്ള രാജിവെക്കണം. ഞാൻ രാജിവെക്കുന്ന പ്രശ്നമില്ല. ചട്ടിയും കലോ ആകുമ്പോ തട്ടിയും മുട്ടിയിരിക്കും. ഈ ഭരണം തുടരും.